ഈ ആത്മകഥ പൂർത്തിയാക്കിയോ? പൂർത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല. പേരിട്ടോ? പേരും ഇട്ടില്ല. ഇല്ല. പഴയ നേരത്തെ പുറത്തു വന്ന പേരുമായിട്ട് അത് പുറത്ത് ആരോ ഇട്ടതിന് ഞാനെന്ത് ഉത്തരവാദി? പുതിയൊരു പേരിട്ടിട്ടില്ല. പേരും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അത് ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പത്രക്കാരോടും പറയുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് അത് കഴിയുന്ന എനിക്കിപ്പം ഒരു മാർച്ച് കഴിയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് മാർച്ച് വരെ പാർട്ടി സമ്മേളനങ്ങളുടെ തിരക്കായിരിക്കും. സമ്മേളനത്തിന് തീർച്ചയായും ഞാൻ അതിവേഗത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഏത് പബ്ലിക്കേഷന് തീരുമാനിച്ചിട്ടുണ്ട്? അത് എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ DC വേണ്ടാന്ന് തീരുമാനിച്ചു. DC ആരെ ഏൽപ്പിക്കുന്നു? DC ഏൽപ്പിക്കുന്നില്ല. ഞാൻ അറിയാതെ എൻ്റെ പുസ്തകം 10:30 മണിക്ക് പ്രസാദനം ചെയ്യുന്നു എന്ന് ഫേസ്ബുക്ക് പേജ് കൊടുത്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ കൊടുത്താൽ എന്താ കഥ? എന്ത് വിശ്വാസ്യതയാണ്, എന്ത് മാന്യതയാണ് അവർക്കുള്ളത്? ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, ഇനി മറ്റു മാധ്യമ ഈ എഴുത്തുകാരോടല്ല ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇതാണ് അവരുടെ നിലപാടെങ്കിൽ നിങ്ങൾ ആലോചിക്കണമെന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണത്. മറ്റേതെങ്കിലും പബ്ലിക്കേഷൻസുമായിട്ട് പലരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ആത്മകഥ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു റിട്ടയർമെൻറ്റ് മൂഡിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഒരു ആത്മകഥയിലേക്ക് അല്ല. EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് ആത്മകഥ എഴുതിയത്. എന്നിട്ട് EMS തന്നെ എഴുതിയ ഇനിയും ഒരു ജീവിതമുണ്ടായാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്യും.